ഹായ് ഹലോ നമസ്കാരം 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 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 ഹലോ ഇവനെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന എങ്ങനെയുണ്ട്? കൊള്ളാവോ കൊള്ളാവോ? ഇവനെ കൊള്ളാവോ? നമസ്കാരം വരെ നമസ്കാരം നമസ്കാരം. അവനെ ഭയങ്കര ഓട്ടല്ല, അവിടെ ചെന്ന് ഓടിക്കളഞ്ഞ ഞാൻ പോയി പിടിച്ചോണ്ട് വന്നതാ. അവനെ അങ്ങ് വിട്ടട്ടെ. ഹായ് ഹലോ നമസ്കാരം 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 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 സ്വാഗതം. ഹലോ ഇവനെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന എങ്ങനെയുണ്ട്? കൊള്ളാവോ കൊള്ളാവോ? ഇവനെ കൊള്ളാവോ? നമസ്കാരം വരെ നമസ്കാരം നമസ്കാരം. അവനെ ഭയങ്കര ഓട്ടല്ല, അവിടെ ചെന്ന് ഓടിക്കളഞ്ഞ ഞാൻ പോയി പിടിച്ചോണ്ട് വന്നതാ. അവനെ അങ്ങ് വിട്ടട്ടെ. അപ്പോഴെല്ലാവർക്കും അത് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഞാനപ്പോൾ റൂമിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് കരണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് വരാൻ പറ്റൂല, മഴയായിരുന്നു അന്നേരം. അപ്പം ഞാൻ റൂമിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് വീഡിയോ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് കരണ്ട് പോയിട്ട് വരുന്നില്ല കരണ്ട്. അപ്പം ഞാൻ ഓർത്ത് വെളിയിലോട്ട് വന്നു. ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മഴ ചാറുവാണ്, എന്നാലും ഞാൻ ഓർത്ത് ഇവിടെ ഇറങ്ങി ചെയ്യാമെന്ന്. ചെറുതായിട്ട് ചാർന്നുള്ളൂ, ഫോണ് മഴ നനയാതെ വെച്ചേക്കുകയാണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പൂച്ച വന്നുകൊണ്ട് പറയേണ്ടതൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പുറത്തൊരു വീടുണ്ട്, അവിടുത്തെ വീട്ടിലെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ കല്യാണമാണ് മറ്റന്നാളിൽ. അപ്പോൾ അവിടെ ഭയങ്കര ആളും തിരക്കും ഒക്കെ ഉണ്ട്. ചെറിയ വീട്ടുകാരാട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ആ വീടിൻ്റെ ഇതൊക്കെ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ഫുള്ളല്ല കേട്ടോ, നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിങ്ങോട്ട് വേടാ. അവനങ്ങോട്ട് ഓടുന്നു. അവനെ അവിടെ എന്തുകൊണ്ട് ജീവിയെ നോക്കി വെച്ചിട്ട് അവനവിടെ പോയി പാത്തിരിക്കുകയായിരുന്നു പിടിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ പോയി എടുത്തോണ്ട് വന്നത്. അപ്പോൾ അവൻ അങ്ങോട്ട് തന്നെ ഓടുന്നുണ്ട് അതിനെ പിടിക്കാൻ. ഇനി അതിനെ പാറ്റയായാലും പല്ലിയായാലും പിടിച്ചോണ്ട് പെരയ്ക്ക് അകത്ത് കൊണ്ടുവരും. എന്നിട്ട് തന്നെ അവന് സമാധാനമുള്ളു. അപ്പം എന്താണ് വിശേഷമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം എന്താണ്, അപ്പം 1K അടിച്ചപ്പോഴത്തേന് അപ്പം അത് ഞാൻ എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 1K അടിച്ചപ്പോഴത്തേന് അതുവരെ പ്രോത്സാഹിപ്പിച്ചില്ല. നീ കയറി വരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്നോട്. നീ അങ്ങ് നിർത്തതിന് എന്തിനാ സമയം കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ അങ്ങ് നിർത്തിക്കോ, പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട. എന്തിനാണ് നിനക്ക് അങ്ങനെ പാചകമൊന്നും നിനക്ക് പറ്റത്തില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞേ, എൻ്റെ കഴുത്തിന് ഇവിടെ ജീവൻ എത്ര നാളുണ്ടോ അത്ര നാളും ചെയ്യും. എനിക്ക് അങ്ങനെ പറയുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര നാൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും നാൾ ഞാൻ ചെയ്യുമെന്നാണ് അവരോടൊക്കെ പറഞ്ഞത്. അത് നന്നായാലും ശരി നന്നായില്ലേലും ശരി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊരു വാശി തന്നെയാണ്. വർഷങ്ങളെടുത്താലും എനിക്ക് ഇപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരിക്കും. എന്നാലും വേണ്ടൂല, എന്തായാലും 1,00,000 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നേടിയെടുത്തിട്ടേ ഞാൻ യൂട്യൂബ് വിട്ട് പോവത്തില്ല. അല്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വാശിയാണ്. എനിക്കിപ്പം കുക്കിങ്ങൊക്കെ ഇഷ്ടംപോലെ ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറെ വിഷയമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നല്ല, ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ ഇന്നൊരു വീഡിയോ. അപ്പം നല്ല മഴയാണ്, രാവിലെ മുതൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ. തുണികളൊന്നും കഴുകിയിട്ടിട്ട് ഉണങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ്, അപ്പം ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു.
ദൈവത്തിൻ്റെ കൃപയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ല. തൽക്കാലം ഇതൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്നെ എല്ലാവരും ഇത് പ്രത്യേകിച്ചൊരു ഇതിനകത്ത് ഈ വീഡിയോയിലൊന്നും ഇല്ല കേട്ടോ. നിങ്ങളാരും എന്നെ പിന്നെ കുറ്റം പറയരുത്. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷോർട്ട് ഇടാനൊക്കെ ഇത് കൂടെ പറയട്ടെ കേട്ടോ. അപ്പം ലോങ് വീഡിയോ ഞാൻ 7 മണിക്കാണ് ഇടുമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ നെറ്റിൻ്റെ നല്ല പ്രശ്നം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അത് അപ്ലോഡ് ആവാത്ത. ഇന്നലെ ഞാൻ 6:30 വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷേ 6:30 പോസ്റ്റ് ചെയ്തതെന്നല്ല, ഇതെല്ലാം ഡൗൺലോഡൊക്കെ ചെയ്ത് 7 മണിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുത്ത് എല്ലാം ഇത് ചെയ്തപ്പോഴത്തേന് നെറ്റില്ലായിരുന്നു. അപ്പം നെറ്റില്ലാതെ ഞാൻ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പം ഞാൻ പിന്നെ 23 രൂപയുടെ നെറ്റ് വീണ്ടും സെപ്പറേറ്റ് ചാർജ് ചെയ്തിട്ടാണ് ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരാളിൻ്റെ വീഡിയോസ് കണ്ടപ്പം വീഡിയോയ്ക്ക് ഒരു കറക്റ്റ് സമയമൊക്കെ വേണമെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യമൊന്നും. ഞാൻ എന്തായാലും ഒരു സമയം എല്ലാവരും പറയുന്നുണ്ട് കറക്റ്റ് സമയമാണ്. എനിക്ക് ഇത്ര നാൾ അത് അങ്ങനെ അത്രയ്ക്ക് അറിയത്തില്ല. ഈ ലോങ് വീഡിയോയ്ക്ക് കറക്റ്റ് സമയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോയ്ക്ക് അങ്ങനെ കറക്റ്റ് സമയമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 3 വീഡിയോ ഒക്കെ ചിലപ്പോൾ 4 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പം അന്നേരം എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അതിനും സമയമുണ്ടെന്നുള്ളതൊക്കെ. അപ്പം ഇന്ന് ഞാൻ 9 മണിക്ക് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മണിക്ക് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ 8:30 ഒരു ഷോർട്ട് ഇടും. അങ്ങനെ സമയം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഷോർട്ടിനും സമയം വെച്ചിട്ടുണ്ട്. ലോങ്ങിന് 7 മണിയും ആണ് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവും. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളാരും വേറൊന്നും വിചാരിക്കേണ്ട. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എനിക്ക് സമയത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു വന്നത്. അപ്പം പല സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ ഇട്ടെങ്കിൽ അതിനൊരു എന്താ പറയുന്ന ഒരു ഇതുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് തന്നെയല്ല, ചിലപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ അത് ഒരുപാട് സമയം എനിക്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ പല പ്രാവശ്യം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പിന്നെ അത് പോസ്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് അത് പോസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ താമസിച്ച് പോകുന്നത്. 7 മണിക്ക് തന്നെ ഇടണമെന്നും പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ചിലപ്പോൾ 7 മണിക്ക് ഇടാൻ പറ്റാതാവും. നെറ്റിൻ്റെ പ്രശ്നം ഒന്ന്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ നെറ്റൊക്കെ വരാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, ഞാൻ ഇന്ന് 7 മണിക്ക് തന്നെ ഇടാൻ ശ്രമിക്കും കേട്ടോ. എല്ലാവരോടും എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഷെയർ ചെയ്തില്ലേലും വേണ്ടില്ല, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ ചീത്തയായാലും മോശമായാലും എന്തായാലും കമൻറ്റ് ഇട്ടോളൂ. അത് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണല്ലോ നമ്മളെ വീഡിയോ നമുക്ക് നമ്മുടെ തെറ്റുകൾ നിങ്ങൾ എൻ്റെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴല്ലേ വീണ്ടും എനിക്കത് നന്നാക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റുകൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ഇടുക തന്നെ വേണം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ ഞാൻ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരും കേട്ടോ. ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇതിൽ മഴയൊക്കെ ആയതുകൊണ്ട് വളരെ ധൃതിയിലാണ്. ഇവിടെ നനയുന്നുണ്ട്, മഴച്ചാറ്റലുണ്ട്. അപ്പം പനി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവും, ജോലിയും പോവും. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. അപ്പോഴെല്ലാവർക്കും ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഞാനപ്പോൾ റൂമിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് കറണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് വരാൻ പറ്റൂല, മഴയായിരുന്നു അന്നേരം. അപ്പം ഞാൻ റൂമിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് വീഡിയോ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് കറണ്ട് പോയിട്ട് വരുന്നില്ല കറണ്ട്. അപ്പം ഞാൻ ഓർത്ത് വെളിയിലോട്ട് വന്നു. ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മഴ ചാറുവാണ്. എന്നാലും ഞാൻ ഇവിടെ ഇറങ്ങി ചെയ്യാമെന്ന്. ചെറുതായിട്ട് ചാർന്നുള്ളൂ. ഫോണ് മഴ നനയാതെ വെച്ചേക്കുകയാണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പൂച്ച വന്നുകൊണ്ട് പറയേണ്ടതൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം.
അപ്പുറത്തൊരു വീടുണ്ട്, അവിടുത്തെ വീട്ടിലെ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിൻ്റെ കല്യാണമാണ് മറ്റന്നാളിൽ. അപ്പോൾ അവിടെ ഭയങ്കര ആളും തിരക്കും ഒക്കെ ഉണ്ട്. ചെറിയ വീട്ടുകാരാട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ആ വീട്ടിലെ ആ വീടിൻ്റെ ഇതൊക്കെ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ഫുള്ളല്ല കേട്ടോ, നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിങ്ങോട്ട് വേടാ, അവനങ്ങോട്ട് ഓടുന്നു. അവനെ അവിടെ എന്തുകൊണ്ട് ജീവിയെ നോക്കി വെച്ചിട്ട് അവൻ അവിടെ പോയി പാത്തിരിക്കുകയായിരുന്നു പിടിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ പോയി എടുത്തോണ്ട് വന്നത്. അപ്പോൾ അവൻ അങ്ങോട്ട് തന്നെ ഓടുന്നുണ്ട് അതിനെ പിടിക്കാൻ. ഇനി അതിനെ പാറ്റയായാലും പല്ലിയായാലും പിടിച്ചോണ്ട് പെരയ്ക്കകത്ത് കൊണ്ടുവരും. എന്നിട്ട് തന്നെ അവന് സമാധാനമുള്ളു. അപ്പം എന്താണ് വിശേഷമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം എന്താണ്, അപ്പം 1K അടിച്ചപ്പോഴത്തേന് അപ്പം അത് ഞാൻ എൻ്റെ എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ ഇപ്പോൾ എല്ലാവരുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 1K അടിച്ചപ്പോഴത്തേന് അതുവരെ പ്രോത്സാഹിപ്പിച്ചില്ല. നീ കയറി വരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്നോട്. നീ അങ്ങ് നിർത്തുന്നതിന് എന്തിനാ സമയം കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ അങ്ങ് നിർത്തിക്കോ, പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട. എന്തിനാണ് നിനക്ക് അങ്ങനെ പാചകമൊന്നും നിനക്ക് പറ്റത്തില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞേ, എൻ്റെ കഴുത്തിന് ഇവിടെ ജീവൻ എത്ര നാളുണ്ടോ അത്ര നാളും ചെയ്യും. എനിക്ക് അങ്ങനെ പറയുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര നാൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും നാൾ ഞാൻ ചെയ്യുമെന്നാണ് അവരോടൊക്കെ പറഞ്ഞത്. അത് നന്നായാലും ശരി നന്നായില്ലേലും ശരി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊരു വാശി തന്നെയാണ്. വർഷങ്ങളെടുത്താലും എനിക്ക് ഇപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരിക്കും. എന്നാലും വേണ്ടൂല, എന്തായാലും 1,00,000 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നേടിയെടുത്തിട്ടേ ഞാൻ യൂട്യൂബ് വിട്ട് പോവത്തില്ല. അല്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വാശിയാണ്. എനിക്കിപ്പം കുക്കിങ്ങൊക്കെ ഇഷ്ടംപോലെ ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറെ വിഷയമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നല്ല, ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ ഇന്നൊരു വീഡിയോ. അപ്പം നല്ല മഴയാണ്, രാവിലെ മുതൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ, തുണികളൊന്നും കഴുകിയിട്ടിട്ട് ഉണങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ്, അപ്പം ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ല തൽക്കാലം. ഇതൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പം എന്നെ എല്ലാവരും പ്രത്യേകിച്ചൊരു ഇതിനകത്ത് ഈ വീഡിയോയിലൊന്നും ഇല്ല കേട്ടോ. നിങ്ങളാരും എന്നെ പിന്നെ കുറ്റം പറയരുത്. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഷോർട്ട് ഇടാനൊക്കെ. ഇത് കൂടെ പറയട്ടെ കേട്ടോ. അപ്പം ലോങ് വീഡിയോ ഞാൻ 7 മണിക്കാണ് ഇടുമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ നെറ്റിൻ്റെ നല്ല പ്രശ്നം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അത് അപ്ലോഡ് ആവാത്ത. ഇന്നലെ ഞാൻ 6:30 വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷേ 6:30 പോസ്റ്റ് ചെയ്തതെന്നല്ല, ഇതെല്ലാം ഡൗൺലോഡൊക്കെ ചെയ്ത് 7 മണിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുത്ത് എല്ലാം ഇത് ചെയ്തപ്പോഴത്തേന് നെറ്റില്ലായിരുന്നു. അപ്പം നെറ്റില്ലാതെ ഞാൻ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പം ഞാൻ പിന്നെ 23 രൂപയുടെ നെറ്റ് വീണ്ടും സെപ്പറേറ്റ് ചാർജ് ചെയ്തിട്ടാണ് ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരാളിൻ്റെ വീഡിയോസ് കണ്ടപ്പം വീഡിയോയ്ക്ക് ഒരു കറക്റ്റ് സമയമൊക്കെ വേണമെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യമൊന്നും. ഞാൻ എന്തായാലും ഒരു സമയം എല്ലാവരും പറയുന്നുണ്ട് കറക്റ്റ് സമയമാണ്. എനിക്ക് ഇത്ര നാൾ അത് അങ്ങനെ അത്രയ്ക്ക് അറിയത്തില്ല. ഈ ലോങ് വീഡിയോയ്ക്ക് കറക്റ്റ് സമയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോയ്ക്ക് അങ്ങനെ കറക്റ്റ് സമയമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 3 വീഡിയോ ഒക്കെ, ചിലപ്പോൾ 4 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പം അന്നേരം എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു, അതിനും സമയമുണ്ടെന്നുള്ളതൊക്കെ. അപ്പം ഇന്ന് ഞാൻ 9 മണിക്ക് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മണിക്ക് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ 8:30 ഒരു ഷോർട്ട് ഇടും. അങ്ങനെ സമയം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഷോർട്ടിനും സമയം വെച്ചിട്ടുണ്ട്. ലോങ്ങിന് 7 മണിയും ആണ് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവും. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങളാരും വേറൊന്നും വിചാരിക്കേണ്ട. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എനിക്ക് സമയത്തിൻ്റെയോ
അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു വന്നത്. അപ്പം പല സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ ഇട്ടെങ്കിൽ അതിനൊരു എന്താ പറയുന്ന ഒരു ഇതുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് തന്നെയല്ല, ചിലപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ അത് ഒരുപാട് സമയം എനിക്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ പല പ്രാവശ്യം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പിന്നെ അത് പോസ്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് അത് പോസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ താമസിച്ച് പോകുന്നത്. 7 മണിക്ക് തന്നെ ഇടണമെന്നും പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ചിലപ്പോൾ 7 മണിക്ക് ഇടാൻ പറ്റാതാവും, നെറ്റിൻ്റെ പ്രശ്നം ഒന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ നെറ്റൊക്കെ വരാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, ഞാൻ ഇന്ന് 7 മണിക്ക് തന്നെ ഇടാൻ ശ്രമിക്കും കേട്ടോ. എല്ലാവരോടും എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഷെയർ ചെയ്തില്ലേലും വേണ്ടില്ല, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ ചീത്തയായാലും മോശമായാലും എന്തായാലും കമൻറ്റ് ഇട്ടോളൂ. അത് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണല്ലോ നമ്മളെ വീഡിയോ നമുക്ക് നമ്മുടെ തെറ്റുകൾ നിങ്ങൾ എൻ്റെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴല്ലേ വീണ്ടും എനിക്കത് നന്നാക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റുകൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ഇടുക തന്നെ വേണം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ ഞാൻ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരും കേട്ടോ. ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇതിൽ മഴയൊക്കെ ആയതുകൊണ്ട് വളരെ ധൃതിയിലാണ്. ഇവിടെ നനയുന്നുണ്ട്, മഴച്ചാറ്റലുണ്ട്. അപ്പം പനി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവും, ജോലിയും പോവും. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.